ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു ഗൺ പൗഡർ, അതായത് നമ്മുടെ ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇഡ്ഡലിപ്പൊടി നമ്മുടെ എല്ലാ സൗത്ത് ഇന്ത്യൻസിൻ്റെ വീട്ടിലും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇത് ഇഡ്ഡലിപ്പൊടിക്ക് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്താം. ആദ്യം എടുക്കുന്നത് മസൂർ ദാൽ ഇല്ലെങ്കിൽ നമ്മൾ തുവരപ്പരിപ്പെടുത്താലും മതി. ഇതിലേതെങ്കിലും ഒരു ഡാൽ ഐറ്റം ഇല്ലെങ്കിലും നമ്മുടെ ഗൺ പൗഡർ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് ആദ്യം മസൂർ ദാൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് എണ്ണ ഒരിക്കലും ചേർക്കല്ല. റോസ്റ്റ് ചെയ്യുമ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം അരി നമുക്കിഷ്ടമുള്ള ഏതരിയും എടുക്കാം. റേഷൻ അരിയോ പച്ചരിയോ പുഴുക്കലരിയോ ഏത് ബാസ്മതി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ഇച്ചിരി കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഞാൻ പക്ഷേ 50 ഗ്രാമാണ് റൈസും എടുത്തിരിക്കുന്നത്. ഡാളെല്ലാം 50 ഗ്രാംസ് വെച്ചാണ് എടുത്തത്. ഉഴുന്ന് പരിപ്പ് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഉഴുന്ന് പരിപ്പും മറ്റുള്ളതൊക്കെ കുറച്ചുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരി കൂടുതൽ വേണമെങ്കിൽ അരി കൂടുതൽ ചേർക്കാം. പിന്നെ കടലപ്പരിപ്പും റോസ്റ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പിൻ്റെ കൂടെ കുറച്ച് പെപ്പർ, അതായത് നമ്മുടെ എന്തായാലും പറയുന്നത് കുരുമുളകും ചേർത്ത് നന്നായിട്ട് ചുമക്ക വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വറുത്തെടുത്തെങ്കിൽ മാത്രമേ ഈ പൊടിക്ക് ഇത്രയും ടേസ്റ്റും കിട്ടത്തുള്ളൂ, ലോങ് ലാസ്റ്റിങ്ങും ആകത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ സമയത്ത് അതിൻ്റെ കൂടെ പകുതി പൊടിച്ച ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് പൊടിച്ചെടുക്കാം. അതായത് അന്നെങ്കിൽ മാത്രമേ ഉപ്പും മുളക് പൊടിയൊക്കെ എല്ലായിടവും പിടിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ മുളക് പൊടി കിടക്കും. പിന്നെ 2 വട്ടമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത്. പിന്നെ ലാസ്റ്റിൽ ഉണ്ടായിരുന്ന മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് ഒന്നും കൂടെ പൊടിച്ചെടുത്തു. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എള്ളും കപ്പലണ്ടിയൊക്കെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. പക്ഷേ എള്ളും കപ്പലണ്ടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ, ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർക്കാം. ഞാൻ പിന്നീട് ഒരു പ്ലേറ്റ് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇത് ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ പ്ലേറ്റ് ഇഡ്ഡലി വളരെയധികം തട്ട് ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഒരു ചെറിയ പ്ലേറ്റിൽ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിച്ച് ആവിയിൽ നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ പുഴുങ്ങിയെടുത്താണ്. അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയും ഗൺ പൗഡർ, അതായത് നമ്മുടെ ചമ്മന്തിപ്പൊടിയും ചേർത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്താണിത്. വളരെ ടേസ്റ്റിയുള്ള, വളരെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിരുന്നു ഇഡ്ഡലി. നിങ്ങളെല്ലാവരും